ചേരനെ തിന്നുന്ന നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നടുക്കണ്ട് തിന്നണല്ലോ ചൊല്ല്. ഞാൻ കഴിച്ചിട്ടുള്ള ചില ഭക്ഷണങ്ങളുടെ വീഡിയോ ആട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം കൂടി ഉൾപ്പെടുത്താൻ നടക്കൂലല്ലോ. ഇത് വടാപ്പാന്ന് പറയും. 2 മസാല ബോണ്ടിയും അതുപോലെ തന്നെ 2 ബന്നും മുളകൊക്കെ ആയിട്ട് കുഴപ്പമില്ല. വേർത്താട്ടോ. 30 രൂപയുള്ളൂ. 30 രൂപക്ക് വേർത്താണ്. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ചോറാണിത്. അത് ഒരു ഉണക്കറൊട്ടിയാണ്. അതുപോലെ തന്നെ കുറച്ച് ചോറേ കിട്ടുള്ളൂ. ആ നടുവുള്ള സാധനം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു പൊളിഞ്ഞ നമുക്ക് തിന്നലെടുക്കൂല. 2 ദിവസം കറി ഉണ്ടാവും. ഈ റോട്ടി ഉണ്ടാക്കൽ, റോട്ടി എന്ന് പറയാം, അത് ഉണ്ടാക്കാൻ ഈ മന്തി ഉണ്ടാക്കുന്ന പോലെ വലിയ കുയ്യ് കുഴിച്ചിട്ട് അതിന്റെ ഉള്ളില് ഈ ഒരു ആവി, ആ ഒരു ചൂടിലാട്ടോ ഉണ്ടാക്കല്. പിന്നെ അതുപോലെ തന്നെ അതാ ചോറാണ്. ചോറ് ഇത്രയും കിട്ടുള്ളൂ, കുറച്ചുണ്ടാവുള്ളൂ. എല്ലാത്തിലും ഉള്ളി ഇവരോട് കിട്ടും. അതുപോലെ തന്നെ ഒരു കടിയാണ്. കടിയൊക്കെ തന്നെ കറി വാർന്നു തരും. അതുപോലെ തന്നെ ബിരിയാണി ആട്ടോ. ബിരിയാണിയൊക്കെ തൂക്കി കൊടുക്കുക ചെയ്യലും. ബിരിയാണി തൂക്കിയിട്ടാണ് ഓല് വിളമ്പുക. അതുപോലെ തന്നെ കോഴിക്കറിയും റോട്ടിയാണ്. രസമുണ്ട് കേട്ടോ. ഞാൻ അജ്മീറിന് കഴിച്ചത്, നല്ല രസമുണ്ട്. അതേപോലെ തന്നെ ചോറ് വേറെ സ്ഥലത്ത് നിന്ന് കഴിച്ചാണ്. ഓരോ സ്ഥലത്തും ഇതന്നെ കേട്ടോ. ഇതേപോലെ മെയിൻ ഭക്ഷണം റോട്ടി ഇല്ലാണ്ട് അവർക്ക് ചോറ് കിട്ടിയില്ലെങ്കിൽ റോട്ടി അവർക്ക് നിർബന്ധമാണ്. ചപ്പാത്തി എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ ചപ്പാത്തി അല്ലാതെ ഇതടുത്തൊരു കടിയാട്ടോ. ചായന്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നു, പക്ഷെ പോയിന്റ് അത് അടിപൊളിയാണ്. എന്നാൽ ചെറിയ ഗ്ലാസ് കുറച്ചേ ഉള്ളൂ, പക്ഷെ ഉള്ളത് പാല് വെറും പാല് ഉണ്ടാക്കുക.